ഹിന്ദു കലണ്ടറിലെ ഏറ്റവും ശുഭകരമായ മാസങ്ങളിലൊന്നാണ് ശ്രാവണമാസം. ഈ മാസം മഹാദേവന് സമർപ്പിച്ചിട്ടുള്ളതായി കണക്കാക്കപ്പെടുന്നു. ശൈവ ഭക്തർക്കിടയിൽ അത്യധികം ആരാധനയോടെ കൊണ്ടാടുന്ന ഉത്സവമാണ് നാഗപഞ്ചമി. നാഗപഞ്ചമിയുടെ ഐതിഹ്യവും ആരാധനാരീതികളും ഈ വീഡിയോയിൽ പറയുന്നു. സ്വാഗതം. എല്ലാ വർഷവും ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമി തിഥിയിലാണ് നാഗപഞ്ചമി ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ, അതായത് 2025 ശുക്ലപക്ഷ പഞ്ചമി വരുന്നത് ജൂലൈ 29-നാണ്. മുഹൂർത്തം ആരംഭിക്കുന്നത് 28 ജൂലൈ രാത്രി 11:24 മുതൽ 30 ജൂലൈ രാവിലെ 12 മണി വരെ ആയതിനാലാണ് ജൂലൈ 29 നാഗപഞ്ചമി ആഘോഷിക്കുന്നത്. നാഗപഞ്ചമി പൂജ നടത്തുന്നത് സാധാരണയായി അതിരാവിലെയാണ്. 2025 ശുഭകരമായ സമയം രാവിലെ 6:13 മുതൽ രാവിലെ 8:49 വരെയാണ്. ഒരിക്കൽ നടത്തിയാൽ ജാതകത്തിലെ സർവ്വസർപ്പദോഷവും നാഗപഞ്ചമി പൂജ ഇല്ലാതാക്കുമെന്നാണ് വിശ്വാസം. ഈ ദിവസം ചിലയിടങ്ങളിൽ ജീവനുള്ള പാമ്പുകളെ ആരാധിക്കുകയും അവയ്ക്ക് പാലർപ്പിക്കുകയും ചെയ്യുന്നു. കാലസർപ്പദോഷം നീക്കം ചെയ്യുമെന്നതിനാൽ ഭക്തർ ഇന്നേ ദിവസം വെള്ളി, കല്ല് അല്ലെങ്കിൽ മരം എന്നിവ കൊണ്ട് നിർമ്മിച്ച സർപ്പരൂപങ്ങളെ വാങ്ങി പൂജ ആരംഭിക്കുന്നതിന് മുമ്പ് പാലിൽ കുളിപ്പിക്കുന്നു. ധാരാളം പാമ്പുകളുണ്ടെങ്കിലും സാധാരണയായി അനന്തൻ, വാസുകി, പത്മൻ, കാർക്കോടകൻ, മഹാപത്മൻ, അശ്വതാര, ധൃതരാഷ്ട്രർ, ശംഖപാലൻ, കാളിയൻ, തക്ഷകൻ, പിങ്കള, ഗുളികൻ എന്നിവയുൾപ്പെടെ 12 സർപ്പങ്ങളെയാണ് നാഗപഞ്ചമി പൂജയിൽ ആരാധിക്കുന്നത്. ദക്ഷന്റെ പുത്രിയായ കദ്രുവിൽ ബ്രഹ്മാവിന്റെ പുത്രനായ കശ്യപ മഹർഷിക്കുണ്ടായ പുത്രന്മാരാണ് നാഗങ്ങൾ. ഹിന്ദു പുരാണ ഗ്രന്ഥങ്ങളിൽ നാഗപഞ്ചമിയുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. അതിൽ കൃഷ്ണനുമായി ബന്ധപ്പെട്ടൊരു കഥ ഇങ്ങനെയാണ്. തന്റെ അന്ത്യം അനന്തരവനായ കൃഷ്ണനാൽ നടക്കുമെന്ന് മനസ്സിലാക്കിയ കംസൻ കൃഷ്ണനെ വധിക്കാനായി പല മാർഗങ്ങളും സ്വീകരിക്കുന്നു. അതിലൊന്നാണ് കൊടിയ വിഷസർപ്പമായ കാളിയനെ യമുനാ നദിയിലേക്ക് അയക്കുന്നത്. കാളിയൻ യമുനാ നദിയിൽ നിന്ന് വെള്ളം ശേഖരിക്കാനായി വരുന്ന നാട്ടുകാരെയും മൃഗങ്ങളെയും കൊന്നൊടുക്കുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ യമുനാ നദീ തീരത്ത് പന്ത് കളിക്കുകയായിരുന്നു ബാലകനായ കൃഷ്ണനും കൂട്ടുകാരും. കളിക്കിടെ പന്ത് യമുനാ നദിയിൽ വീണു. കൃഷ്ണനെ ആക്രമിക്കാൻ തക്കം പാത്തിരുന്ന കാളിയൻ ഇത് കണ്ടു. സമയം പാഴാക്കാതെ കാളിയൻ കൃഷ്ണനെ ആക്രമിച്ചു. എന്നാൽ കൃഷ്ണൻ കാളിയനെ വാലിൽ പിടിച്ചു പൊക്കി ജലത്തിന്റെ ഉപരിതലത്തിലെത്തിച്ചു. എന്നിട്ട് കാളിയന്റെ നെറുകയിൽ കയറി നിന്ന് ഓടക്കുഴൽ വായിച്ച് നൃത്തം ചെയ്യാൻ തുടങ്ങി. ഇതാണ് പ്രസിദ്ധമായ കാളിയമർദ്ദനം എന്നറിയപ്പെട്ടത്. ഒടുവിൽ ഇതൊരു സാധാരണ ബാലനല്ലെന്ന് മനസ്സിലാക്കിയ കാളിയൻ കൃഷ്ണനോട് മാപ്പപേക്ഷിച്ചു. ഇനി ഒരിക്കലും യമുനാ നദിയിൽ വന്ന് ആരെയും ഉപദ്രവിക്കില്ല എന്ന് സത്യം ചെയ്ത് കാളിയൻ അവിടെ നിന്നും പോയി. അങ്ങനെ കൃഷ്ണൻ കാളിയനെ ജയിച്ച ദിവസമായി നാഗപഞ്ചമിയെ കാണുന്നവരുണ്ട്. ഇനി മറ്റൊരു കഥ മഹാഭാരതവുമായി ബന്ധപ്പെട്ടതാണ്. അർജുനന്റെ പുത്രനായ അഭിമന്യുവിന്റെയും ഉത്തരയുടെയും പുത്രനായിരുന്നു പരീക്ഷിത് മഹാരാജാവ്. അശ്വമേധ യജ്ഞങ്ങളൊക്കെ നടത്തി രാജാവായി ചുമതലയേൽക്കുകയുണ്ടായി പരീക്ഷിത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം വനത്തിൽ അലഞ്ഞു തിരിയുമ്പോൾ രാജാവിന് വല്ലാത്ത ദാഹം തോന്നി. ദാഹജലത്തിനായി അടുത്തു കണ്ട ഒരു കുടിലിലേക്ക് പരീക്ഷിത് രാജാവ് ചെന്നു. അപ്പോൾ അവിടെ ശമിക എന്ന സന്യാസി ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന സന്യാസി രാജാവ് വന്നതോ രാജാവിന്റെ ആവശ്യമോ കേട്ടില്ല. മുനിയിൽ നിന്ന് യാതൊരു മറുപടിയും കിട്ടാതെ കോപാകുലനായ രാജാവ് അപ്പോൾ അടുത്ത് കണ്ടൊരു പാമ്പിനെ തല്ലിക്കൊന്ന് ചത്ത പാമ്പിനെ മുനിയുടെ മേലെറിഞ്ഞു. എന്നാൽ ധ്യാനത്തിൽ മുഴുകിയിരുന്ന ശമിക മഹർഷി ഇതൊന്നും അറിഞ്ഞതേയില്ല. പക്ഷെ അവിടേക്ക് വന്ന മുനിയുടെ മകൻ രാജാവ് തന്റെ പിതാവിനെ അപമാനിച്ചത് കണ്ട് കോപാകുലനായി. രാജാവിനെ ശപിച്ചു. 7 ദിവസത്തിനുള്ളിൽ രാജാവ് പാമ്പ് കടിയേറ്റ് മരിക്കുമെന്നായിരുന്നു മുനിപുത്രന്റെ ശാപം. മഹർഷിയിൽ നിന്ന് തന്റെ ശാപവിവരങ്ങൾ അറിഞ്ഞ പരീക്ഷിത് രാജാവ് ശാപം ഫലിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുന്നു. വേദവ്യാസന്റെ മകനായ ശുകദേവനെ വിളിച്ചു വരുത്തി പ്രഭാഷണങ്ങൾ കേൾക്കാൻ തുടങ്ങുന്നു. ഇത് പിന്നീട് ഭാഗവത പുരാണം എന്നറിയപ്പെട്ടു. ശാപം ഫലിക്കാതിരിക്കാനായി പരീക്ഷിത് പലവിധ മാർഗങ്ങളും സ്വീകരിക്കുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂട്ടുകയും ചെയ്യുന്നു. സുരക്ഷാ ഭടന്മാരുടെ അനുവാദമില്ലാതെ ആർക്കും അകത്ത് കടക്കാൻ പറ്റാത്ത അവസ്ഥ. എന്നാൽ സർപ്പമായ തക്ഷകൻ ശാപം നിറവേറ്റാനായി ഒരു ബ്രാഹ്മണ വേഷത്തിൽ രാജ്യത്തെത്തുന്നു. അതിശ്രേഷ്ഠനായ ഈ ബ്രാഹ്മണൻ നിരവധി ഫലങ്ങളും മറ്റും രാജാവിനായി കൊടുത്തയക്കുന്നു. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ഈ ഫലങ്ങൾ രാജാവിന്റെ അടുത്തേക്ക് എത്തുന്നു. എന്നാൽ ഈ ഫലത്തിനുള്ളിൽ ഒരു പുഴുവിന്റെ രൂപത്തിൽ തക്ഷകൻ രൂപം മാറി നിൽപ്പുണ്ടായിരുന്നു. രാജാവ് കഴിക്കാനായി പഴമെടുത്തതും അതിൽ നിന്ന് പുഴുവിന്റെ രൂപത്തിലുള്ള തക്ഷകൻ പുറത്തെത്തുകയും തന്റെ യഥാർത്ഥ രൂപം സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പരീക്ഷിത്തിന്റെ മരണം സംഭവിക്കുന്നു. പരീക്ഷിത് രാജാവിന്റെ മരണശേഷം തന്റെ അച്ഛന്റെ മരണത്തിന് കാരണം സർപ്പങ്ങളാണെന്നും ആയതിനാൽ സർപ്പങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യണമെന്നും പരീക്ഷിത്തിന്റെ മകനായ ജനമേജയൻ തീരുമാനിക്കുന്നു. അതിനായി അദ്ദേഹം 4 ദിക്കുകളിൽ നിന്നും ശ്രേഷ്ഠ ബ്രാഹ്മണന്മാരെ വിളിച്ചു വരുത്തുന്നു.
അതികഠിനമായ മന്ത്രോച്ചാരണങ്ങളാൽ നിറഞ്ഞ യാഗശാലയിലേക്ക് സർപ്പങ്ങൾ ഓരോന്നായി വന്നു വീഴാൻ തുടങ്ങി. നരകയാതന അനുഭവിച്ച് ഓരോ സർപ്പവും യാഗാഗ്നിയിൽ എരിഞ്ഞടങ്ങാൻ തുടങ്ങി. തന്റെ നാശവും സുനിശ്ചിതമാണെന്ന് മനസ്സിലാക്കിയ തക്ഷകൻ ഇന്ദ്രലോകത്ത് അഭയം തേടുന്നു. തക്ഷകൻ ഇന്ദ്രൻ തന്റെ സിംഹാസനത്തിന് കീഴെ അഭയം നൽകുകയുണ്ടായി. എന്നാൽ യാഗം മുറുകിയപ്പോൾ തക്ഷകനൊപ്പം ഇന്ദ്രനെയും യാഗാഗ്നിയിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. എന്നാൽ വാസുകിയുടെ അനന്തരവനായ ആസ്തിക മുനി ജനമേജയനെ സമീപിക്കുകയുണ്ടായി. ആസ്തികന്റെ ജ്ഞാനത്തിൽ ആകർഷണനായ ജനമേജയൻ എന്താണ് അദ്ദേഹത്തിന് സമ്മാനമായി വേണ്ടതെന്ന് ചോദിച്ചു. തക്ക സമയത്ത് തന്നെ സർപ്പസത്ര യജ്ഞം നിർത്തിവെക്കാനാണ് ആസ്തിക മുനി ജനമേജയനോട് ആവശ്യപ്പെട്ടത്. തന്റെ വാക്ക് നിറവേറ്റുന്നതിനായി ജനമേജയൻ സർപ്പസത്രം നിർത്തിവെക്കുന്നു. അങ്ങനെ ശേഷിക്കുന്ന നാഗങ്ങൾ യാഗാഗ്നിയിൽ നിന്നും രക്ഷപ്പെടുന്നു. എന്നാൽ യാഗാഗ്നിയിൽ വീണ് നിരവധി നാഗങ്ങൾക്ക് പൊള്ളലും മറ്റും ഏറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ യാതന അനുഭവിക്കുന്ന നാഗങ്ങൾക്ക് സൗഖ്യം വരുത്തുന്നതിനായി മഞ്ഞളും പാലും ചേർന്ന മിശ്രിതം തേച്ചു എന്നാണ് ഒരു വിശ്വാസം. അങ്ങനെ ഈ ദിവസം നാഗപഞ്ചമിയായി ആഘോഷിക്കപ്പെടുന്നു. നാഗപഞ്ചമി ദിവസം ആരാധിക്കുന്ന പ്രധാന 12 സർപ്പങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആദിശേഷനും അഥവാ ശേഷനാഗവും വാസുകിയും. പുരാണങ്ങൾ പ്രകാരം പ്രപഞ്ചത്തെ മുഴുവൻ തന്റെ പത്തികളിൽ താങ്ങുന്നവനാണ് ആദിശേഷൻ. മഹാവിഷ്ണു ആദിശേഷന്റെ പുറത്താണ് ശയിക്കുന്നത്. കശ്യപന്റെയും കദ്രുവിന്റെയും ആദ്യത്തെ പുത്രനാണ് ആദിശേഷൻ. സർപ്പങ്ങളിൽ ഒന്നാമനായതിനാലാണ് ആദിശേഷൻ എന്ന് വിളിക്കുന്നത്. അനന്തശേഷൻ അനന്തൻ എന്നും വിളിക്കപ്പെടുന്നു. എന്തെന്നാൽ ലോകം മുഴുവൻ നശിപ്പിക്കപ്പെടുമ്പോൾ കൽപ്പം അവസാനിച്ചതിനു ശേഷവും നിലനിൽക്കുന്നവനായതിനാലാണ് ആദിശേഷനെ അനന്തൻ എന്ന് വിളിക്കുന്നത്. ലക്ഷ്മണൻ, ബലരാമൻ എന്നിവർ ശേഷന്റെ അവതാരങ്ങളാണ്. അവതാര ഉദ്ദേശം പൂർത്തിയാകുമ്പോൾ ആദിശേഷൻ ഓരോ തവണയും തന്റെ വാസസ്ഥലമായ പാതാളത്തിലേക്ക് മടങ്ങുമെന്ന് പാതാളത്തിൽ നിന്ന് ഭൂമിയെ തന്റെ പത്തികളിൽ താങ്ങുന്നുവെന്നാണ് വിശ്വാസം. വാസുകി കശ്യപന്റെയും കദ്രുവിന്റെയും രണ്ടാമത്തെ പുത്രനാണ് വാസുകി. നാഗരാജാവായി അറിയപ്പെടുന്ന അതീവ ശക്തികളോട് കൂടിയ സർപ്പമാണ് വാസുകി. ശിവന്റെ കഴുത്തിൽ ചുറ്റിയിരിക്കുന്ന സർപ്പം വാസുകി എന്നാണ് സങ്കല്പം. വാസുകിയെ പറ്റിയും നിരവധി കഥകൾ പുരാണങ്ങളിൽ പറയുന്നുണ്ട്. അതിലൊന്ന് സമുദ്രമഥനവുമായി ബന്ധപ്പെട്ടതാണ്. സമുദ്രമഥനം അസുരന്മാരും ദേവന്മാരും നടത്തുമ്പോൾ പാലാഴി കടയുന്നതിനായി മന്ദരപർവ്വതത്തെ ചുറ്റിവരിഞ്ഞ കയർ വാസുകിയാണ്. എന്നാൽ സമുദ്രമഥനം നടക്കുന്ന വേളയിൽ അതിൽ നിന്നും അതിഭയങ്കരമായ കാളകൂട വിഷം പുറത്തുവരികയുണ്ടായി. ഈ കാളകൂട വിഷം മഹാദേവൻ പാനം ചെയ്യുകയുണ്ടായി. എന്നാൽ മഹാദേവനോടൊപ്പം സമുദ്രത്തിലുണ്ടായിരുന്ന മറ്റു ചില സർപ്പങ്ങളും ഈ വിഷം പാനം ചെയ്യുകയുണ്ടായി. അതിലൊരാൾ വാസുകിയാണ്. ആരോടും പരാതിയോ പരിഭവങ്ങളോ ഇല്ലാതെ വിഷത്തിന്റെ ഒരു അംശം അകത്താക്കിയ വാസുകിയോട് മഹാദേവന് പ്രീതി തോന്നുകയും മഹാദേവൻ തന്റെ കഴുത്തിലെ ആഭരണമായി വാസുകിയെ അണിഞ്ഞുവെന്നുമാണ് ഒരു വിശ്വാസം. അതിനടിസ്ഥാനമായി മത്സ്യപുരാണത്തിൽ പറയുന്നത് ശിവന് പാമ്പുകളുടെ മാലയുള്ളതായാണ്. ഇന്നു കാണുന്ന ചിത്രങ്ങളിൽ കഴുത്തിൽ ചുറ്റിയ ഒറ്റ നാഗത്തെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ പുരാണങ്ങളിൽ പറയുന്ന മറ്റൊരു സന്ദർഭം പാർവതിയുമായുള്ള വിവാഹത്തിൽ ശിവന്റെ ശരീരത്തിൽ കാണപ്പെടുന്ന ഓരോ സർപ്പവും അലങ്കാരങ്ങളായി മാറിയെന്നാണ് ഐതിഹ്യം. അതുപോലെ വിഷപ്പാമ്പുകളെ അലങ്കാരമായി നിർമ്മിച്ച് ശിവൻ പാർവതിക്ക് സമർപ്പിച്ചുവെന്നും പറയപ്പെടുന്നു. ശിവന്റെ കഴുത്തിൽ വാസുകി 3ആയി ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്നുവെന്നാണ് വിശ്വാസം. ആ 3 വളയങ്ങൾ ഭൂതകാലത്തെയും വർത്തമാനത്തെയും ഭാവിയെയും പ്രതിനിധീകരിക്കുന്നു. വാസുകിയെ പറ്റി പ്രതിപാദിക്കുന്ന മറ്റൊരു സന്ദർഭം കാർത്തികേയൻ താരകാസുരനെ വധിച്ചപ്പോൾ താരകാസുരന്റെ പുത്രന്മാർ ഒരു കോട്ട നിർമ്മിക്കുകയും ഇവരുടെ ഈ കോട്ട തകർക്കാനായി മഹാദേവൻ ഉപയോഗിച്ച ഞാൻ വാസുകിയാണ്. 1000 തലയുള്ള നാഗമായിട്ടാണ് വാസുകിയെ പറയപ്പെടുന്നത്. മഹാഭാരത പ്രകാരം വാസുകിയുടെ വാസസ്ഥലം സമുദ്രദേവനായ വരുണന്റെ കൊട്ടാരമാണ്. വാസുകി തന്റെ നെറുകയിൽ നാഗമാണിക്യം ചൂടിയിട്ടുള്ളതായി പുരാണങ്ങളിൽ പറയപ്പെടുന്നുണ്ട്. നാഗപഞ്ചമി ദിനത്തിൽ ആരാധിക്കുന്ന മറ്റ് സർപ്പങ്ങളായ പത്മൻ, മഹാപത്മൻ എന്നിവർ ഒരുപക്ഷെ പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഭഗവാൻ വിഷ്ണുവിനെയോ ലക്ഷ്മി ദേവിയോ ചുറ്റിപ്പറ്റിയുള്ളതാവാം. ഇവരെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പുരാണങ്ങളിൽ പറയപ്പെടുന്നില്ല. സാധാരണയായി നാഗപഞ്ചമി ആഘോഷിക്കുമ്പോഴോ നാഗ ആരാധന നടത്തുമ്പോഴോ ഉള്ള ഫലങ്ങൾ സന്താനലാഭം, രോഗനിവാരണം എന്നിവയാണ്. അതിവേഗം ഫലം കിട്ടുന്ന ഒരു ആരാധനയാണ് നാഗാരാധന. നേരിൽ കാണാൻ കഴിയുന്ന ദൈവങ്ങളായിട്ടാണ് സർപ്പങ്ങളെ ഹിന്ദു പുരാണങ്ങളിൽ പറയുന്നത്. ഇനി നാഗപഞ്ചമി പൂജാരീതികൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. തലേ ദിവസം, അതായത് ചതുർത്ഥി ദിനത്തിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക. നാഗപഞ്ചമി ആഘോഷിക്കുന്ന ദിവസം ഉപവാസം അനുഷ്ഠിക്കേണ്ടതാണ്. വ്രതം അവസാനിപ്പിച്ചതിനു ശേഷം മാത്രം പഞ്ചമി ദിനത്തിൽ അത്താഴം കഴിക്കാവുന്നതാണ്. നാഗപഞ്ചമി പൂജയ്ക്കായി മരത്തിലോ മണ്ണിലോ തീർത്ത സർപ്പപ്രതിമകൾ ഉപയോഗിക്കാം. നാഗദേവതയ്ക്ക് മഞ്ഞൾ, കുങ്കുമം, അരി, പൂക്കൾ എന്നിവ സമർപ്പിക്കാം. അതിനുശേഷം നാഗദേവതയ്ക്ക് പാല്, നെയ്യ്, പഞ്ചസാര എന്നിവയുടെ മിശ്രിതം സമർപ്പിക്കാം.
പൂജ കഴിഞ്ഞാൽ ആരതി നടത്തി പൂജാരിക്ക് ദാനം നൽകുക. എന്നിട്ട് പാൽ മിശ്രിതം ഒരു പാമ്പിന് സമർപ്പിക്കേണ്ടതാണ്. എന്നിട്ട് വ്രതം നോൽക്കുന്ന ആൾ നാഗപഞ്ചമി കഥകളും അഷ്ടനാഗ സ്തോത്രവുമൊക്കെ ജപിക്കുക. ഇതാണ് സാധാരണയായി നാഗപഞ്ചമി പൂജാരീതികൾ. ഹോപ്പ് യു ഓൾ ലൈക്ക് ദ വീഡിയോ. ഇഫ് യു ലൈക്ക് ദ വീഡിയോ, പ്ലീസ് സബ്സ്ക്രൈബ്.